കൂടെയുണ്ട് ഹീൽ ഫോർട്ട്. സെലിബ്രേറ്റ് യുവർ ലൈഫ് again with us. ഹീൽ ഫോർട്ട് ഹോസ്പിറ്റൽ, സ്പോർട്സ് ഇഞ്ചുറി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സെന്റർ, NH തൃശൂർ റോഡ്, കുറ്റിപ്പുറം. നമസ്കാരം, കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷത്തിലാണ്. പാർട്ടി മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ഒരു സെക്രട്ടറി ആയിട്ട് നിയമിതയാക്കിയിട്ട് അതിന് സന്തോഷം അറിയിക്കുകയാണ്. കൂടെ നിന്നവർക്കും ചേർത്ത് പിടിച്ചവർക്കും ആദ്യം സന്തോഷം അറിയിക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കളൊക്കെ അറിയാം, താഴേക്കിടയിൽ രാഷ്ട്രീയ പ്രസ്ഥാനം പഠിച്ചു വന്ന ആളാണ് ഞാൻ. എനിക്ക് പാർട്ടി തന്ന ഈ അംഗീകാരം ഞാൻ ഹൃദയത്തെ ഏറ്റ് സ്വീകരിക്കുകയാണ്. ഇന്ന് രാവിലെ പാണക്കാട് അബ്ബാസ് അലി തങ്ങളുടെ അടുത്ത് പോയി നമ്മുടെ തിരൂർ നഗരസഭയിലെ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ഇന്നിപ്പോൾ പത്രസമ്മേളനം കഴിഞ്ഞ് ഇറങ്ങിയതാണ്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വാർഡിലും വിജയസാധ്യത ഉള്ളതാണ്. എന്നിരുന്നാലും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം പാർട്ടി തന്നത് ശിരസ വഹിച്ചുകൊണ്ട് ആ കർമ്മപദത്തിൽ കഴിവ് തെളിയിക്കാൻ കഴിയുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ കൂടെ നിൽക്കണം. സ്ഥാനാർത്ഥിയാവുന്ന പ്രതീക്ഷ അല്ല. അത് നമ്മൾ താഴേക്കിടയിൽ നിൽക്കുമ്പോൾ ആ നാട്ടുകാർ നമ്മുടെ സ്ഥാനാർത്ഥിയായി വരണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഒരു സ്ഥാനാർത്ഥി അല്ലാതെ നാട്ടുകാരെ ലീഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോ ഒരു പദവിയോട് കൂടിയിട്ട് എനിക്ക് പാർട്ടിയെ ലീഡ് ചെയ്താൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനാണ് ഭാഗ്യവാൻ. സാധാരണ താഴേക്കിടയിൽ ഒരു എല്ലാവരും ലീഡ് ചെയ്ത് പോകാൻ ഞാൻ ഇപ്പൊ പാർട്ടിയുടെ സ്ഥാനം വെച്ച് പാർട്ടിയെ ലീഡ് ചെയ്ത് പോകാൻ കഴിയും. ഈ രണ്ട് ഉത്തരവാദിത്വം ഇപ്പൊ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പറഞ്ഞു കേൾവേണ്ടുള്ളൂ. റിബലായിട്ട് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ലല്ലോ. എന്റെ പാർട്ടി സംവിധാനം തകരുന്ന ഭാഗത്ത് പാർട്ടിയെ ചേർത്ത് പിടിക്കലും വിട്ടുകൊടുക്കലും ആണ് രാഷ്ട്രീയ പ്രസ്ഥാനം പഠിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നും ഹൃദയത്തിൽ പാർട്ടിയെ ചേർത്ത് പിടിച്ച് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം.